ഡൈമെൻഷണൽ അനാലിസിസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ബേസിക് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. മാസിൻ്റെ ഡയമെൻഷൻ എം, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ, ടൈമിൻ്റെ ഡയമെൻഷൻ ടി. അത്ര മതി നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ കാണണമെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വെലോസിറ്റി, അല്ലേ? ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലെങ്ത്തിലല്ലേ ഡിസ്റ്റൻസ് അളക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എല്ലാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. ടി വെറുതെ ടി എന്ന് എഴുതിയാൽ അതിൻ്റെ പവർ 1 ആണ്. ഇത് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ മാറും, -1 ആണ്. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെയോ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈമാണെന്ന് പറയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ടൈമാണ് ആക്സിലറേഷൻ. വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ എന്ന് പറയാം. നേരെ ഡയമെൻഷനിലോട്ട് പോവാം. വെലോസിറ്റി എന്താണ്? L(t⁻⁻1) ആണ് വെലോസിറ്റി. ടൈം ടി. നമുക്ക് മുകളിലോട്ട് ടൈമിനെ കൊണ്ടുപോകാമല്ലോ. T⁻⁻1 ഉണ്ട്. ടി അവിടെ കൊണ്ടുപോകുമ്പോൾ -1 ആയി. ഓക്കെ, ഈക്വൽസ് L(t⁻⁻1) T⁻⁻1 T⁻⁻1 രണ്ടിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും പവർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ L(t⁻2) ഇതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡൈമെൻഷൻസിൻ്റെ ഉപയോഗങ്ങളിലോട്ട് പോകാം. ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ ഒന്നാമത്തെ ഉപയോഗം, അല്ലെങ്കിൽ ഡൈമെൻഷൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ആണ്. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ, ഒരു ഇക്വേഷൻ നോക്കിയിട്ട് അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡൈമെൻഷൻ ഉപയോഗിക്കാം. അതാണ് ഒന്നാമത്തെ ഉപയോഗം. ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ ഒന്നാമത്തെ ഉപയോഗം ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഞാനൊരു ഇക്വേഷൻ പറയാം. V = U+AT എന്നിട്ട് ചോദിക്കുകയാണ് ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ V = U+AT. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ഡൈമെൻഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ എല്ലായിടത്തും ഡൈമെൻഷൻസ് എടുക്കാം. അപ്പോൾ ടേക്കിംഗ് ഡൈമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിൽ ഡൈമെൻഷൻസ് എടുക്കാം. വെലോസിറ്റി ഡയമെൻഷൻ ഇപ്പോൾ നമ്മൾ കണ്ടല്ലേ ഉള്ളൂ. എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ? വെലോസിറ്റി ഡയമെൻഷൻ L(t⁻⁻1). വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? L(t⁻⁻1). ഓക്കെ, V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം അതിനൊരു വെലോസിറ്റി ഉണ്ട്, അതാണ് U. കുറേ കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറും, V. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയാണ് V. അപ്പോൾ U എന്താണ്? U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതും വെലോസിറ്റി അല്ലേ? അപ്പോൾ ഡയമെൻഷൻ L(t⁻⁻1) തന്നെയല്ലേ? യെസ്. അടുത്ത ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞോളൂ, അല്ലേ? എന്താണ്? L(t⁻2) അതല്ലേ ആക്സിലറേഷൻ? യെസ്. ടിയുടെ ഡയമെൻഷൻ ടി ആണ്. ഇവിടെ L(t⁻1) ആണ്, ഇവിടെയും L(t⁻1) ആണ്, പ്ലസ് ഇവിടെയോ T⁻2. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ 1 ഉണ്ടെന്നാണ് മീനിങ്. -2ഉം 1ഉം -1. L(t⁻1) എല്ലായിടത്തും ഇവിടെ L(t⁻1) 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 പ്ലസ് ഒന്നും ചെയ്തേക്കരുത്.
അപ്പോൾ എൽ എച്ച് എസിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡയമെൻഷൻസ് ഒരുപോലെയാണ്. അപ്പോൾ എന്താണ്, ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതാം. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതാം. മറ്റൊന്നുകൂടി നോക്കാം. എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് നോക്കിയാലോ. എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്നാണ് മീനിങ്. ഡിസ്റ്റൻസ്, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസാണ് എസ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്, ഡിസ്റ്റൻസ് ലെങ്ത്തിലല്ലേ അളക്കുന്നത്. അപ്പോൾ എല്ലാണ് എസ്സിൻ്റെ ഡിസ്റ്റൻസ്. യു, അപ്പോൾ ഇവിടെ എല്ല് മാത്രമേ ഉള്ളൂ. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യമുള്ള വെലോസിറ്റി. വെലോസിറ്റി എന്താണ്, എൽ ടി റൈസ് ടു -1 ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈമല്ലേ, അപ്പോൾ ടി അവിടെ കിടക്കാൻ ടൈം. പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഇല്ല. ഇനി എയുടെ ഡയമെൻഷൻ ആക്സലറേഷൻ എൽ ടി റൈസ് ടു -2, കുറച്ച് മുമ്പ് ചെയ്തേ ഉള്ളൂ. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുമ്പോൾ ടൈമാണ്, അപ്പോൾ ടി സ്ക്വയർ നോക്കാം. എൽ ഓക്കെ, എൽ ടി റൈസ് ടു -1 എല്ലോടെ കിടക്കട്ടെ. ടി റൈസ് ടു -1 ഈ ടി 1 -1 ടി എന്താണ് 1 0 ആയിപ്പോയി. ടി റൈസ് ടു 0 ടി റൈസ് ടു 0 ആയിപ്പോയി. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്ലസ് ഇവിടെ എൽ എഴുതി. ടി റൈസ് ടു -2 ടി റൈസ് ടു +2 -2 +2 ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ എന്താണ്, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷന് ഈക്വലാണ്. ദിസ് ഈസ് ഓൾസോ ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയും. ഒരെണ്ണോളം നമുക്ക് നോക്കാം. വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് നോക്കിയാലോ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, എൽ ടി റൈസ് ടു -1 ആണ് വെലോസിറ്റി, എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഞാൻ ഇട്ടു. യു സ്ക്വയറോ, യു എന്ന് പറയുന്ന വെലോസിറ്റിയാണ്, എൽ ടി റൈസ് ടു -2 ആണ്. സോറി, എൽ ടി റൈസ് ടു -1 ആണ്. അതിന് സ്ക്വയറിലായിരുന്നു, സ്ക്വയർ ഇട്ടു. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. ഇനി എ എന്ന് പറയുന്നത് എന്താണ്, എൽ ടി റൈസ് ടു -2 ആണ്. എസ് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ലെങ്ത്തിലാണ് അളക്കുക. സ്ക്വയർ ചെയ്യാം. എൽ ബ്രാക്കറ്റിൻ്റെ പുറത്ത് സ്ക്വയർ ഉണ്ട്, അപ്പോൾ എൽ സ്ക്വയർ, എല്ലിൻ്റെ മുകളിൽ 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, എക്സ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടാൽ എന്താണ്, എക്സ് റൈസ് ടു 2 × 3 ആഡ് ചെയ്യുമല്ല, മൾട്ടിപ്ലൈ ആണ് 6. അതുപോലെ 1 × 2 എൽ സ്ക്വയർ. ടി റൈസ് ടു -1 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി റൈസ് ടു -2. ഓക്കെ, ഇവിടെയോ എല്ലിൻ്റെ മുകളിൽ ഒന്നുണ്ട്, സ്ക്വയർ എൽ സ്ക്വയർ. ടി റൈസ് ടു -1 2 ടി റൈസ് ടു -2 എല്ലാം ശരിയായി വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഇവിടെ എല്ല് ഒന്നുണ്ട്, ഇവിടെ എല്ല് ഒന്നുണ്ട്, അപ്പോൾ എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇതും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റാണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട്, ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്.